അസ്ന ചേച്ചി നല്ല രസമുണ്ട് അസ്നയുടെ കോസ്റ്റ്യൂം. താങ്ക് യു. നല്ല ഭംഗിയുണ്ട്. ഈ ഡ്രസ്സില്ലേ എൻ്റെ ഫ്രണ്ട് ഹയ ഉണ്ട്, അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അവളുടെ ഉമ്മ ഷബ്ന ആൻറ്റി എനിക്ക് ഡിസൈൻ ചെയ്ത് തയ്ച്ചു തന്നാണോ? ഗിഫ്റ്റ് തന്നാണോ? അടിപൊളിയായിരുന്നു കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കളറ്. ഗുഡ്. പിന്നെ ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ കബേക്ക് റോണി എന്നുള്ള പാട്ട്. അപ്പൊ ഈ പല റൗണ്ടുകൾ വരുമ്പോൾ പാട്ടുകളുടെ സെലക്ഷൻ ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുമല്ലോ. ഏതാ എടുക്കണ്ടേ, ഏതെടുത്താൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, നമ്മുടെ പാർട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയ സംഗതികളൊക്കെ ഉള്ള പാട്ടാണോ? അപ്പൊ ഇത് ആരാ സെലക്ട് ചെയ്തത്? ഇത് ഉമ്മിയും വാപ്പയും കൂടിയിട്ട് ഫാമിലി സെലക്ഷൻ ആണ്. ശരി, അപ്പൊ എങ്ങനെയുണ്ടെന്ന് കാണാം. നന്നായിട്ട് പാടാം കേട്ടോ. मेरे मौला मेरे मौला 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 कभी की कभी की मंजर अल्लाह अकबर अल्लाह अकबर देखो तो देखे जाओ बराबर अल्लाह अकबर अल्लाह अकबर अजवा മരങ്ങൾ ഇടതോർന്ന ദേശം പലരായി പറഞ്ഞു കഥകൾ വിശേഷം തഴയാതെ ഇവനെ വഴി തീർക്കുപരനെ നിന്നാലെ സോദം പുണ്യാർദ്രഗേഹം പാരിന്റെ ജന്നത്തെ മണൽ കാട് ദൂരെ നൂലറ്റ പൂവാദിനം വെയ്തനൂറെ ഓത്തിന്റെ കാലം അലഫാൻ മരാഗം ഹജ്ജിന്റെ പാടം കൊതിപൂണ്ട നേരം പുഴ പോലെ ലോകം തഹ്ലീലിലാകം പുഴ പോലെ ലോകം തഹ്ലീലിലാകം നിലാവ് പെയ്ത രാവിലാരുരാൻ നിതാന്ത കാവ്യമേറ്റു മൂളി ഞാൻ ഇലാഹി മന്ദിരം ഇഹത്തിരാഗ സൗരഭം കറുപ്പണിഞ്ഞ സ്നേഹ സൗരമേ കബേ की रौनक कबे की मंजर अल्लाह अकबर देखो तो देखे जाओ बराबर अल्लाह अकबर अजवा മരങ്ങൾ ഇടതോർന്ന ദേശം പലരായി പറഞ്ഞു കഥകൾ വിശേഷം തഴയാതെ ഇവനെ വഴി തീർക്കുപരനെ നിന്നാലെ സോദം പുണ്യാർദ്രഗേഹം തേരെ കരമത് ക്യാ ബാത് മൗല തേരെ ഹരമത് ക്യാ ബാത് മൗല तेरे हरमत क्या बात मौला ताउमर कर दे आना मुकद्दर ताउमर कर दे आना मुकद्दर अल्लाह अकबर अल्लाह अकबर അജവാ മരങ്ങൾ ഇടതോർന്ന ദേശം പലരായി പറഞ്ഞു കഥകൾ വിശേഷം തഴയാതെ ഇവനെ വഴി തീർക്കുപരനെ നിന്നാലെ സോദം പുണ്യാർദ്രഗേഹം കബം
അലഞ്ഞു തേടി ബീവി ഹാജറ ഉയർന്ന പുണ്യഗന്ധവും പരന്ന ലോകമാകെ വിദൂരമാവിരുന്നു കൂടിടാം കാലത്തിലോരത്ത് നാവിലേക്ക് മഞ്ചൽ देखो तो देखे जाओ बराबर अल्लाहु अकबर अजवा മരങ്ങൾ ഇഴതോർന്ന ദേശം പലരാൽ പറഞ്ഞു കഥകൾ വിശേഷം തഴയാതെ ഇവനെ വഴി തീർക്കു പരനെ നിന്നാരെ സൂതം പുണ്യാർദ്രഗേഹം കാവം കിനാവൽ കടലായി നൂറൽ ഉദിചന്ദ്രനാട് സുവിശേഷ വീട് പുനരാനുഭൂതി കബൂർ വീതി പുനരാനുഭൂതി കബൂർ വീതി കില്ലും പിടിച്ച് ഉള്ളും പിടിച്ച് കില്ലും പിടിച്ച് ഉള്ളും പിടിച്ച് നിന്നേലിന്ന് കൊല്ലും മറന്ന് നിന്നേലിന്ന് കൊല്ലും മറന്ന് ബടാ കരീം ഹോ ബടാ റഹീം ഹൻസോ ബടാ देखो तो देखे जाओ बराबर अल्लाहु अकबर अजवा മരങ്ങൾ ഇഴതോർന്ന ദേശം പലരാൽ പറഞ്ഞു കഥകൾ വിശേഷം തഴയാതെ ഇവനെ വഴി തീർക്കു പരനെ മൂലാതി സോലം മൂലാദ്രഗേഹം. അസ്ന, ചേച്ചി ചില സമയത്ത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു റിയാലിറ്റി ഷോയിലാണ്, അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാട്ടുകളുടെ സെലക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് നമ്മൾ എടുത്ത പാട്ട് കൂടെ ഒരു കോറസ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ക്രൂ അസ്നയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ഈ പാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ കോറസ് പാടിയ എല്ലാ സിംഗേഴ്സിനും ഒരു വലിയൊരു കൈഡ് നിങ്ങൾ കൊടുക്കണം. കാരണം അതിൽ ഓരോരുത്തരും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഈ പാട്ടിനെ പെർഫെക്ഷനോട് കൂടി അസ്നയ്ക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. അമേസിങ്, എല്ലാവരും അടിപൊളിയായിരുന്നു. ഇനി ഇത് കേട്ട് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്ന കാണുന്നതിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെ മുഖത്തുനിന്ന് കാണാൻ പറ്റി. സോ അൻവർക്ക, അസ്നമോളെ എന്തല്ലേ ഇത് എന്നതാ കണ്ടത്? അയ്യോ, എന്ത് ചെയ്യണമെന്നറിയ, ഒരു സിംഫണി കേട്ടതുപോലെ. പട്ടുമാലിൻ്റെ ഇപ്പം 12ാമത്തെ എഡിഷനായില്ലേ, അതെ, ഒരു എഡിഷനിലും ഇങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല കേട്ടോ. വ്യത്യസ്തമായിട്ടൊരു പെർഫോമൻസ്. ഒരു സെക്ഷൻ ഹാർമണി പാടുന്നു, അതിൻ്റെ ഇടയിൽ മക്കൾ ലീഡ് ഇങ്ങനെ പാടിപ്പോകുന്നു, ഇപ്പുറത്ത് കൂടെ നിൽക്കുന്ന കുട്ടികൾ മക്കളെ കൂടെ സ്ട്രൈറ്റ് പാടുന്നു. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പോകുന്നില്ല, എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അതിൽ ഇങ്ങനെ പാടി വരുന്ന സമയത്ത് തന്നെ ആരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ വരാതെ കൊണ്ടുപോകുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര ദിവസം വേണ്ടി വന്നത്? ഒറ്റ ദിവസം കൊണ്ടാണ് കോറസ് എല്ലാം. ഒരു ദിവസവും? വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഇത് സംഭവിച്ച എന്തുകൊണ്ടെന്ന് അറിയാമോ? അത്രയ്ക്കും നിങ്ങളെല്ലാവരും അത്രയ്ക്കും നല്ല സിംഗേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ നടക്കില്ല. ഇപ്പോൾ ഈ പാടിയ കൂട്ടത്തിൽ പല ഏറ്റക്കുറച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒരു എന്താ പറയുക, ഒരു ആവറേജ് ലെവലിന് മുകളിൽ അല്ലാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു പെർഫോമൻസ് നമുക്ക് സാധ്യമാവില്ല. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായിട്ട് പാടുന്ന സിംഗേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പെർഫോമൻസ് നമ്മുടെ പട്ടുമാലിൻ്റെ ഈ വേദിയിൽ നടന്നു കിട്ടിയത്. എനിക്കത് ഞെട്ടിയിരിക്കും, ആർക്ക് മാർക്കിടുമെന്ന് ആലോചിച്ചു.
ഇതുവരെ കണ്ടതിൽ ഇങ്ങനൊരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ഇനി വരും എന്നുള്ള കാര്യവും എനിക്കറിയാം. ചിലപ്പം നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വരുമായിരിക്കും. ഇങ്ങനെ തന്നെ ഫോട്ടോ നന്നായിരിക്കട്ടെ മക്കളെ. താങ്ക് യു സോ മച്ച്. അസ്ന, എന്താ നിങ്ങളൊക്കെ എനിക്ക് തോന്നേ മനുഷ്യരെ കാട്ടി ജിന്നുകളാണ്. കാര്യം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ അല്ലേ, അവിശ്വസനീയം. ഒരു ദിവസം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഇത്രയും ഹാർമണി പാർട്സും ഒക്കെ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ആൻഡ് മോള് ഹൈ പോർഷൻസ് പാടുന്ന ആയിക്കോട്ടെ, ആ അങ്ങേ അറ്റം പോയിട്ട് പോലും ആ ശ്രുതിയിൽ നിന്നൊന്നും പോയിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് ഈ താളമൊക്കെ ഇപ്പം ഈ ഷഡ്കാല ഗോവിന്ദമാരാർ എന്നൊക്കെ പറയുന്ന പോലെ താളമൊക്കെ കുറേ പാടുന്നവർക്ക് പേരുകളുണ്ട്. പക്ഷേ ഈ ഇത്രയും ഹൈ രജിസ്റ്ററിലും ലോവർ രജിസ്റ്ററിലും ഒക്കെ പാടുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് അസ്ന, പറയാണ്ടിരിക്കാൻ വയ്യ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്.